നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളപ്പം. നമ്മൾ ഇന്ന് ചക്ക വരട്ടിയത് ചേർത്താണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി 1 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്, ശർക്കര ചീകിയത് 1/2 കപ്പ്, 3-4 ഏലക്ക ചതച്ചത്, 1/4 ടീസ്പൂൺ ജീരകം ചതച്ചത്, 1 നുള്ള് ഉപ്പ്, പിന്നെ ചൂടുവെള്ളം ആവശ്യത്തിന്. പിന്നെ കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള വഴണയില്ല. നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള മിക്സ് തയ്യാറാക്കാം. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അരിപ്പൊടിയിലേക്ക് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ആദ്യം ചക്ക വരട്ടിയത് ഇതിലേക്ക് ഇടാം. നമുക്കിനി ശർക്കര ചേർക്കാം. ചെറുതായിട്ടൊന്ന് ഉരുക്കിയിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. തേങ്ങ ചിരകിയത്, ഇതിലേക്കിനി ചതച്ച ഏലക്കയും ജീരകവും ചേർക്കാം. ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കാം. നമുക്കിനി ഇത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. നമ്മളിത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശെ ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ കുമ്പിളപ്പത്തിനുള്ള മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വഴണയില ഒരു കുമ്പിൾ പോലെ ആക്കി കുറേശ്ശെ മാവെടുത്ത് അതിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ അറ്റം കൊണ്ട് തന്നെ ഇത് പൊട്ടിക്കാം. ഇങ്ങനെ നമ്മൾ വാഴയില കുമ്പിളാക്കി മാവെല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. വാഴയിലയിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. പക്ഷേ വാഴയിലേക്ക് ആകുമ്പോൾ അതിൻ്റെ മണവും രുചിയും ഒക്കെ അപ്പത്തിലേക്ക് കിട്ടും. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി കുമ്പിളപ്പം സ്റ്റീമറിലേക്ക് മാറ്റാം.
നമുക്കിനി ഇത് അടച്ചു വെച്ച് അവിയൽ വേവിച്ചെടുക്കാം. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കുമ്പിളപ്പം വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്.